കുട്ടിയെങ്കിലും പറയും. എന്താ തവാബി പറഞ്ഞ? പറയോ? ഒന്നുമില്ലടാ സോലേമോള്, റിസ്കേ ഇല്ല. മുമ്പുള്ളതിൻ്റെ അതേ ഇറാബാണ് ഇതിന് വരികയെന്ന് മനസ്സിലായോ? മുമ്പ് ലൊമ്മാണെങ്കിൽ ഇതിനും ലൊമ്മ്, മുമ്പ് കസറാണെങ്കിൽ ഇതിനും കസറ്, മുമ്പ് പത്താണെങ്കിൽ ഇതിനും പത്ത്, റഫ് ആണെങ്കിൽ ഇതിനും റഫ്, നസ്ബാണെങ്കിൽ ഇതിനും നസ്ബ്, ജറാണെങ്കിൽ ഇതിനും ജറ. മനസ്സിലായോ? അതാണ് തവാബിയെ. ഓടിയോ? അതപ്പോ നാത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ അടുത്ത് പറയാൻ വേണ്ടി നോക്കിക്കോളി. തോക്കിയതാണ് അത് അതേപോലെ അയക്കരാം. നോക്കിക്കോളി. ആറാമത്തെ പാഠം. റഅയ്തുൽ ഉസ്താദ, ഞാൻ ഉസ്താദിനെ കണ്ടു. തോക്കിയതാണ് നമ്മൾ പഠിക്കാൻ പോണത്, അഥവാ തവാബികളെ രണ്ടാമത്തെ സാധനം. അൽ ഉസ്താദു, ഉസ്താദ്, നഫ്സുഹു, ഉസ്താദ് തന്നെ, യതവല്ലഉ, ഉളു എടുക്കുന്നു. ഉസ്താദിനെ, വേറെ ആരുമില്ല, ഉസ്താദിനെ ഉളു എടുക്കാൻ. തൗക്കീദാർ എന്താ ശക്തിപ്പെടുത്തി പറയാം, ഓനെന്നെയാണ് പറയാം. വസലൽ ഉസ്താദു, ഉസ്താദ് കഴുകി, വജഹു, ഉസ്താദിന്റെ മുഖം, കുല്ലഹു, ഉസ്താദിന്റെ മുഖം മുഴുവനും, സുമ്മാസലതൈഹി, പിന്നെ ഉസ്താദിന്റെ രണ്ട് കൈകൾ കഴുകി, കിൽത്തൈഹിമ, രണ്ട് കൈകൾ തന്നെ, ഫമസഹറാസഹു, പിന്നെ ഉസ്താദ് തല തടവി, ജമിയു, ഉസ്താദ് തല മുഴുവനും, സമോദനൈഹു, പിന്നെ ഉസ്താദിന്റെ രണ്ട് ചെവികൾ തടവി, സമോസൽ ഉസ്താദ്, പിന്നെ ഉസ്താദ് കഴുകി, ഐനഹു, ഉസ്താദിന്റെ കണ്ണിനെ, അല്ല കണ്ണല്ല കേട്ടോ, ഐനഹു പറഞ്ഞ ഉസ്താദ് തന്നെ, സുമാസുൽ ഉസ്താദ് ഐനഹു, ഉസ്താദ് തന്നെ കഴുകി, റിജ്ലൈഹി, ഉസ്താദ് രണ്ട് കാലുകളെ, വക്കാനമാൽ ഉസ്താദി, ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു, മുദരിസാനി, രണ്ട് ടീച്ചേഴ്സ്, കിലാഹുമ, ഒരു രണ്ട് പേരും തന്നെ, തവല്ല, അവർ ഉളു എടുക്കുന്നു, സുമസൊല്ലോ, പിന്നെ അവർ നിസ്കരിച്ചു, ആമത്തും, എല്ലാവരും. ഇവിടെ പ്രയോഗിച്ച സാധനങ്ങളുണ്ടല്ലോ, തന്നെ, രണ്ടുപേര് തന്നെ, ഓലെന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കണത്. ഇവിടെ ഒക്കെ നിങ്ങൾ നോക്കിയൊക്കെ മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ ഉസ്താദു, അത് തന്നെയാണ് നഫ്സു. യദൈഹി ആകുമ്പോൾ ഇവിടെ കിൽത്തൈഹിനായി, ഇവിടെ റഅ്സാന്നാണ്, അപ്പോൾ ജമീ ആന്നാക്കി, മുദരിസാനല്ല, അപ്പോൾ കിലാഹുമാന്നാക്കി, സൊല്ലോ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ ആമത്തുഹും എന്നാക്കി. മുമ്പത്തെ അതേ ഇറാബ് തന്നെ ആയിരിക്കും ഇതിലും വരിക, തൗക്കീദിന്റെ വിഷയമാണെങ്കിൽ. പിന്നെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നെ എന്നാണ്. നേരത്തെ നമ്മളെന്താ പറയുന്നത്, വിശേഷണമാണ്. ഇത് തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, തൗക്കീദ് രണ്ടിനാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ലഫ്ലിയും ഉണ്ട്, മാനവിയും ഉണ്ട്. ലഫ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഹുവ തക്രീറു ലഫ്ൽ, ലഫ്ലിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ജയാനെ ഞാൻ ഇപ്പോൾ എന്തായി, ജയാനെ രണ്ടോട്ടം വിളിച്ചു. ഫസ്റ്റ് വട്ടം വിളിച്ചപ്പോൾ അവൻ കേട്ടില്ല, രണ്ടാമത്തെ വിളിച്ചപ്പോൾ അവൻ എന്തായി, മൈക്കൊക്കെ ഓണാക്കി. അവർ രണ്ടു വട്ടം വിളിച്ചിട എന്തിനാ, ഓനെന്നെയാണ് തന്നെ, ഓനെ തന്നെയാണ് വിളിച്ചത്. ആ ശ്രദ്ധിക്കാത്ത ആള് ആരാണ്, മിനഹാജ് ഇജന്നെ അല്ലേ? ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ പറയില്ലേ, സോലിയ അല്ലേ? ഇനി വേറൊന്ന്, ചെയ്യല്ലട ആണോ, ഒരു 4-5 വട്ടം ചെയ്യല്ലേ അറിയും. ഈ 4-5 വട്ടം ചെയ്യല്ലേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, ചെയ്യല്ലേ ഒരിക്കൽ തന്നെ, കുറച്ചുകൂടി ശക്തിപ്പെടുത്തി പറയാം. അപ്പോൾ ഒരു പദത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അത് തൗക്കീദ് ലഫ്ലിയാണ്. ഉദാഹരണം നോക്ക് നിങ്ങൾ, യഹ്ബിസ്, നിർത്ത്, യഹ്ബിസ്, നിർത്ത്. അവനർത്ഥം നിർത്തുക തന്നെ വേണമെന്നുള്ളതാ. അപ്പോൾ ഇവിടെ ഇപ്പം എന്തുണ്ടായത്, തെക്രീർ ലഫ്ലാണ്. എങ്ങനെ തെക്രീർ ലഫ്ൽ ഉണ്ടായത്, യഹ്ബിസ് ഒരു വട്ടം പറഞ്ഞു, എന്നിട്ട് അതന്നെ ഒരു വട്ടം കൂടി പറഞ്ഞു, അപ്പോൾ തെക്രീർ ലഫ്ലിയായി. ഫസ്റ്റ് യഹ്ബിസ് ഒരു വട്ടം പറഞ്ഞു, പിന്നെ എന്നെ ഒരു വട്ടം കൂടി പറയാം, അപ്പോൾ തെക്രീർ ലഫ്ലിയായി. മനസ്സിലായോ? ഓടിയോ? ഓക്കെ. എന്നാൽ രണ്ടാമത്തെ ഇനം തൗക്കീദിന്റെ രണ്ടാമത്തെ ഇനം മാനവിയാണ്. മാനവി ഫിക്സഡ് ആണ്.
തക്കിര റഫിൽ നമുക്ക് എന്തും ആക്കാം. അപ്പോൾ സയാന് എന്തും ആക്കാം. പക്ഷെ മാനവി അങ്ങനെയല്ല. മാനവിയിൽ നോക്കിക്കോളി, അതിൻ്റെ ലഫ്ള് 7 എണ്ണാണ്. 7 സാധനങ്ങളുണ്ട് അല്ലേ? 7 സാധനങ്ങളുണ്ട്. നോക്കിക്കോ, നഫ്സുഹു, ഐനുഹു, കുല്ലുഹു, കിലാഹുമ, കിൽത്താഹുമ, ജമീഉഹും, ആമത്തുഹും. ഇങ്ങനെ മാനവിയിൽ 7 സാധനമുണ്ട് അല്ലേ? ഇതേ വരുള്ളൂ മാനവിയിൽ. നിങ്ങൾ പൊതുപരീക്ഷ കോൺസെപ്റ്റിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം? ഇത് കണ്ടു കഴിഞ്ഞാൽ മാനവിയാണെന്നും ഇങ്ങനെ വല്ല 2 ലഫ്ളിൽ ആവർത്തിച്ചു വന്നാൽ ലഫ്ളിയാണെന്നും മനസ്സിലാക്കാനുള്ള പ്രാഥമിക ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് വേണം. അതെങ്കിലും നിങ്ങൾക്ക് വേണം. ഐനഹൂന്ന് കണ്ടാൽ മാനവിയാണ് ഉസ്താദേ, ജയാന് ജയാന്, ഇഹ്ബിസ് ഇഹ്ബിസ്, മിനഹാജ് മിന, ഒരു സാധനം 2 വട്ടം വന്നു കഴിഞ്ഞാൽ ലഫ്ളിയാണ് ഉസ്താദേ എന്ന് പറയാനുള്ള ക്യാപ്പബിലിറ്റി എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. രണ്ടും എന്താണെന്ന് മനസ്സിലാക്കുക. നഫ്സുഹു, ഐനഹു, കുല്ലു, കിലാമ, ഗൽത്താമ, ജമിയോ, ആമത്തും. ഇവിടെ നഫ്സുഹു, ഐനഹു, കുല്ലു എന്നൊക്കെ ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയും. കിലാഹുമ, ഗിൽത്താമൊക്കെ 2 ആൾക്കാരുണ്ടെങ്കിൽ പറയും. ജമീഹും ആമത്തും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പറയും. നോക്കൂ, യുലാഫു ലഫ്ളു തൗക്കീദി ഇലാ ലമീരിൻ മുത്താബിക്കിൻ ലിൽ മത്ബൂഇ. മത്ബൂഅ നമ്മൾക്കറിയാം, മുമ്പ് വരുന്ന സാധനം. ആ സാധനത്തോട് യോജിച്ച ലമീറിലേക്ക് തൗക്കീദ് ലഫ്ളിനെ ചേർക്കണം. തദ്കിർ ആണാണെങ്കിൽ ഇതും ആണാക്കണം. തഅനീസ് പെണ്ണാണെങ്കിൽ ഇതും പെണ്ണാക്കണം. ഇഫ്രാദ് പറഞ്ഞാൽ ഒരാളാണെങ്കിൽ ഇത് ഒരാളാക്കണം. തസ്നിയ 2 ആണെങ്കിൽ ഇത് 2 ആക്കണം. ജമ്മാണെങ്കിൽ കുറേ ആൾക്കാരാണ് ഇതാക്കണം. പറഞ്ഞുതരാം. ഉസ്താദു, ഇവിടെ കണ്ടോ, ഉസ്താദ് ഒരാളാണ്, ആണാണ്. അപ്പം നഫ്സു, ഇവിടെ ലൊമീർ കണ്ടോ, ഈ ലൊമീർ കണ്ടോ, ആണോ ഈ ലൊമീർ, ഇതാണ് ഹു എന്നുള്ളതാണ് ലൊമീർ. ഈ ലൊമീർ ഇതാ ഉസ്താദിലേക്കാണ് മടങ്ങുന്നത്. നഫ്സുഹു, ആ ഉസ്താദിൻ്റെ ശരീരം തന്നെ, ഉസ്താദ് തന്നെ. ഇവിടെ ഹൂന്ന് കൊടുക്കാൻ കാരണം എന്താ അറിയോ? എന്തുകൊണ്ട് ഹുമ കൊടുത്തില്ല? എന്തുകൊണ്ട് ഹും കൊടുത്തില്ല? ഇവിടെ ഉസ്താദ് ഒരാളാണ്, ഉസ്താദ് ആണാണ്, അതാണ് ഹൂന്ന് കൊടുത്തത്. ഇവിടെ ഉമ്മയാണെങ്കിൽ എന്താ കൊടുക്കുക? സിയാദെ. ഉമ്മയാണെങ്കിൽ എന്താ കൊടുക്കുക? അൽ ഉമ്മു, അൽ ഉമ്മു നഫ്സുഹു എന്നാ കൊടുക്കുക, നഫ്സുഹ എന്നാ കൊടുക്കുക? ഉമ്മയാണെങ്കിലോ? ഉമ്മ ആണോ പെണ്ണാ? സിയാദോ, ഉമ്മ പെണ്ണാണ്, അപ്പൊ എന്താ കൊടുക്കുക? നഫ്സുഹ എന്ന് കൊടുക്കണം. ഇനി ഉമ്മല്ല, അവിടെ കുറെ ആൾക്കാരുണ്ട്, അപ്പൊ നഫ്സുഹും അങ്ങനെ കൊടുക്കുക. പക്ഷെ അങ്ങനെ കൊടുക്കൂല. കുറെ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ആമത്തും ജമിയും ഒക്കെ കൊടുക്കുക. അപ്പോൾ ആണാണെങ്കിൽ ഹൂന്നും പെണ്ണാണെങ്കിൽ ഹൂന്നും. അതാണ് ഇവിടെ പറഞ്ഞത്. ആണിലും പെണ്ണിലും അതുപോലെ തന്നെ ഇഫ്രാദിലും തസ്നീലും ജമ്മിലൊക്കെ അത് യോജിച്ച് വരുന്നത്. മുദരിസാനി കണോ, ഇവിടെ സാനി 2 ആൾക്കാരുണ്ട് കണോ, ഹുമാന്ന് അതുകൊണ്ട് കൊടുത്ത് കണോ, ലൊമീർ ഹുമാന്നാണ് കണോ, അതിവിടെ സാനി എന്നുണ്ടായത് കൊടുത്ത്. മനസ്സിലായോ? ഇത്ര ഉള്ളു ഇതിൽ പഠിക്കാറ്. തവാബി 5 എണ്ണമാണ്. അള്ളാഹ്, അത് തൗക്കീദാണ് വരുന്നത്. തവാബി 5 എണ്ണമാണ് തൗക്കീദിലാണ് വരുന്നത്. തവാബി 5 എണ്ണമാണ്. നഅത്ത്, തൗക്കീദ്, ബദല്, അത്ഫ്, ബയാന്, അത്ഫ് ബിൽ ഉറൂഫ്. നഅത്ത് തവാബി 5 എണ്ണം കേട്ടോ. അപ്പോൾ മുമ്പത്തെ പാഠത്തിൽ ആ ചോദ്യം ശരിക്കും ഇതിലിടേണ്ട ചോദ്യമാണ് അല്ലേ? അപ്പോൾ നഅത്ത് എന്ന് പറഞ്ഞാൽ ബലദുൻ കബീർ നമ്മൾ പഠിച്ചു. തൗക്കീദ് ദുൻ കബീർ, അതാണ് തവാബി പറഞ്ഞത്. തവാബി പറഞ്ഞ എന്താണ്? മുമ്പത്തെ അതേ ഇറാബിനെ ഫോളോ ചെയ്യും അല്ലേ? ദു കബീറുൻ ദുൻ. തൗക്കീദും വേറെ ഉസ്താദു നഫ്സു കണ്ടോ, മുമ്പത്തെ അതേ ഇറാബിനെ ഫോളോ ചെയ്തു. ഇപ്പം നമ്മൾ നഅത്തും പഠിച്ചു. ഈ ഒരു പാഠം കയ്യിലോട് കൂടി തൗക്കീദും പഠിച്ചു. നമുക്ക് അടുത്ത പാഠം പഠിക്കാനുള്ള ബദലാണ്. അത്ഫുൽ ഉറൂഫ് ഇതിൽ പറയണില്ല തോന്നുന്നു. ഉറൂഫ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ തൗക്കീദ് 5 എണ്ണം കേട്ടോ, പഠിക്കണം കേട്ടോ. നഅത്ത്, തൗക്കീദ്, ബദൽ, അത്ഫുൽ ഉറൂഫ് മസ്റ്റ് ആട്ടോ പഠിക്കണേ. നഅത്താനി തൗക്കീദാനി കുല്ലു ബാദലിൻ അത്ഫാനി ഫിൽ ഇറാബി മിസ്ലുൽ അവ്വലി. നഅത്താനി 2 നഅത്തുകൾ. ഏതൊക്കെ 2 നഅത്താള്? തൗക്കീദാനി പറയുമ്പോൾ നഅത്താനി 2 നഅത്ത് ഏതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു? 2 നഅത്താള്. തൗക്കീദാനി തൗക്കീദ് ലഫ്ലിയും തൗക്കീദ് മാനവിയും. കുല്ലു ബദലിൻ എല്ലാ ബദലും. 1, 2, 3 ഇതിൽ ഞാൻ രേഖപ്പെടുത്തിക്കണം. 2 നഅത്ത്. തൗക്കീദ് പറയുമ്പോൾ തൗക്കീദ് ലഫ്ലി, തൗക്കീദ് മാനവി, 2 തൗക്കീദ്. ബദൽ എന്ന് പറയുമ്പോൾ 3 ബദൽ. അത്ഫാനി പറയുമ്പോൾ 4ഉം 5ഉം. അപ്പം നഅത്ത്, തൗക്കീദ്,
ബദല് അത്തഫ് ബയാന് അത്തഫും ബിൽ ഉറൂഫ് അത്തഫ് ബയാന് അത്തഫും ബിൽ ഉറൂഫ് ഇങ്ങനെ 5 തവാബികളാണുള്ളത്. അതല്ലാതെ ഫിൽ ഏറാബി ഏറാബിൻ്റെ വിഷയത്തിൽ മിസ്ലുൽ അവലി ഒന്നാമത്തിൻ്റെ അതേ ഏറാബായിരിക്കും രണ്ടാമത്തിലേക്ക് വരിക. ഒന്നാമത്തിൻ്റെ അതേ ഇറാബായിരിക്കും രണ്ടാമത്തെ. അതിനാണ് തവാബി എന്നും പറയാം. ആ തവാബി 5 അതാണ് ഇവിടെ ബൈത്തിലായിട്ട് നമുക്ക് പഠിക്കാൻ സുഖത്തിന് കൊടുത്തിട്ടുള്ളത്. നത്താനി തൗക്കീദാനി കുല്ലു ബാദലിൻ അത്ഫാനി ഫിൽ ഇറാബി മിസ്ലുൽ അവലി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബൈത്ത്. കാരണം ഈ ബൈത്തിൽ 5 തവാബികളും വളരെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബൈത്ത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ 5 പാഠത്തിന് പറ്റിയ ബൈത്താണ്. അതുകൊണ്ട് ഈ ബൈത്ത് കാണാതെ പഠിക്കുക. നത്താനി തൗക്കീദാനി കുല്ലു ബാദലിൻ അത്ഫാനി ഫിൽ ഇറാബി മിസ്ലുൽ അവലി. സംഭവം മനസ്സിലായില്ലേ? 2 നേരത്തെ നമ്മൾ മുമ്പ് പഠിച്ചില്ല. 2 നേരത്താളെ തൗക്കീദാണ് തൗക്കീദ് ലഫ്ദി മാനവി. ബദല പറയുമ്പോൾ എല്ലാ ബദലും. അത്ഫാനി പറയുമ്പോൾ അത്തഫ് ബയാൻ അത്തഫും ബിൽ ഉറൂഫ് ഫിൽ ഇറാബി ഇറാബിൻ്റെ വിഷയത്തിൽ മിസ്ലുൽ അവലി ഒന്നാമത്തിൻ്റെ അതേ ഇറാബിനെ അവിടെ ലൊമ്മാണെങ്കിൽ ഇവിടെ ലൊമ്മ്, അവിടെ ഫത്താണെങ്കിൽ ഇവിടെയും ഫത്ത്, അവിടെ കസറാണ് ഇവിടെ കസറ, അങ്ങനെ വരിക. അത്തഫ് ബയാൻ അത്തഫും ബിൽ ഉറൂഫ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസജദൽ മലായിക്കത്ത് കുല്ലുഹും മലക്കുകളെല്ലാവരും സുജൂദ് ചെയ്തു. ജാഅൽ വലതു നഫ്സു ആ കുട്ടി അവൻ തന്നെ വന്നു. സജദൽ മലായിക്കത്തു മലക്കുകൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നാണ് ഇവിടെ കുല്ലുഹും എന്ന് പറഞ്ഞു കേട്ടോ. റഅയ്തുൽ വാലിദൈനി ആകുമ്പോൾ കിലൈഹിമാന്ന് പറയാം. സൗജാനി ജാനി ആകുമ്പോൾ കിലാഹുമാന്ന് പറയാം. 2 ഭർത്താക്കന്മാർ പോയി. റഅയ്തു ഞാൻ കണ്ടൊരു വാലിദൈനി 2 പിതാക്കന്മാരെ കിലൈഹിമാർ 2 പേരെയും. ആയിട്ട് നമ്മൾ പറഞ്ഞ PYQ 2021 ക്വസ്റ്റ്യൻ പേപ്പർ. അൽഫാദു തൗക്കീദുൽ മാനവി മാനവീൻ്റെ ലഫ്ലുകൾ ഏതൊക്കെ? നജമോൾ പറഞ്ഞോ. നഫ്സുഹു ഐനുഹു കുല്ലുഹു കിലാഹുമാ കിൽതാഹുമാ ജമീഅഹു ആമത്തുഹു. അതാണ് മാനവീൻ്റെ ലഫ്ലുകൾ. 3 ജുമല ഉണ്ടാക്കാനാ. അതിൽ ഒന്നാമത്തെ ജുമല ആലമു ഷഖ്സ് മൗസൂഫായിട്ട് വരണം. മൗസൂഫായിട്ട് വരണം, മനൂത്തായിട്ട് വരണം. രണ്ടാമത്തെ സെൻറ്റൻസിൽ തൗക്കീദാവണം. ഏതുകൊണ്ട് കുല്ല് എന്നുള്ളതുകൊണ്ട് തൗക്കീദ് ഉണ്ടാക്കണം. മൂന്നാമത്തെ സെൻറ്റൻസ് ഹാലായിരിക്കണം. ആ തൗക്കീദും ബി കുല്ല് കുല്ലോട് തൗക്കീദ് ഉണ്ടാക്കുക എങ്ങനെ? ഒസലൽ ഉസ്താദ് ഉസ്താദ് കൈകി വജഹു ഉസ്താദിൻ്റെ മുഖം കുല്ലഹു ഉസ്താദിൻ്റെ മുഖം മുഴുവൻ കൈകി അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. നുമയ്യിദ് സ്വയ്യ ശരിയായത് തിരഞ്ഞെടുക്കുക. തൗക്കീദുൽ മാനവിയിൽ പെട്ടതാണ്. സോളിയ മോളെ ഐനുഹ റിജ്ലുഹ റഅസുഹ. ഐനുഹാണ് അല്ലേ? വെരി ഗുഡ്. യുലാഫ് അൽഫാദ് തൗക്കീദിന്റെ ലഫ്ലുകളെ ചേർക്കണം. ഇലാ മൈന്ദിലൊക്കെ ഇലാ ലൊമീരിൻ യുതാബിഖു അങ്ങനെ പറഞ്ഞിട്ട് പറയണ്ടല്ലോ. ആദ്യം നമ്മളെ പറഞ്ഞതാ ഇലാ ലമീരി മുതാബിഖി ലിൽ മത്ബൂഇ ഫി തദ്കീരി വത്തഅനീസി വഫിൽ ഇഫ്റാദി വതസ്നിയ വൽ ജംഇ. ലൊമീറിലേക്ക് ചേർക്കണം അല്ലേ? ഇഫ്രാദിലും ഇതിലൊക്കെ ജയാനോ നാത്താനി നഅ്താനി തൗക്കീദാനി കുല്ലു ബദലിൻ അത്ഫാനി ഫിൽ ഇറാബി മിസ്ലുൽ അവലി. നാത്താനി സിയാദോ നാത്താനി സിയാദ് കാണാതെ പാടും. സിയാദോ പാടിക്കൊടുക്കടാ. നാത്താനി നാത്താനി തൗക്കീദാനി അതാ കൽബുക യഹ്ബിസുഹു യഹ്ബിസുഹു അല്ലേ? ഓക്കെ വെരി ഗുഡ് സൂപ്പർ. ഫമസഹ ഉസ്താദ് തടവി. ആ പറയും മക്കളെ എങ്ങനെ ഉറക്കത്തിടാ? സഹു സഹു ജമി ആഹു
അല്ലേ? ശ്രദ്ധിക്കാം, തടവി എന്തിലെ തടവി മഫൂലാണ്. അപ്പൊ ജമീഅ. നഅത്താൻ തൗക്കീദാനി കുല്ലു വാദ് അല്ലേ? അറിയാലോ അല്ലേ? 5 മാർക്കാണ്. അതുകൊണ്ട് ഞാൻ ബൈത്ത് പഠിക്കണം എന്ന് പറഞ്ഞു. ഇത് 2025 വന്ന ക്വസ്റ്റ്യൻ പേപ്പറാട്ടത്. തൗക്കീദ് ഇതിലേതാണ് സോലിഹ? ഏതൊക്കെ 2 നൗവാൾ ഏതൊക്കെ? യുലാഫ്. വെരി ഗുഡ്. യുലാഫ് അൽഫാൽ തൗക്കീദ് ഇലാമ. ആരെങ്കിലും പറയും. ആദ്യമോളോ ജയാനോ? ആദ്യമോള് ഒരു വട്ടം പറഞ്ഞ എന്നാ ചെയ്യാൻ പറഞ്ഞു.